നീ ഇങ്ങനെ കരഞ്ഞ് ഇന്നത്തെ രാത്രിയുടെ മൂഡ് കളയരുത്. ഇനി വന്നേ. അയാൾ അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദേ അപ്പു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എന്നും ഇത് തന്നെയാണല്ലോ. ആകെ 3 ആഴ്ചയുള്ളൂ. അതിനിടയിലാണ് അവളുടെ ഒരു കരച്ചിൽ. കഴിഞ്ഞ ഒരാഴ്ചയായി ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് അടുത്ത് കിടത്തി ഉറക്കാൻ പോലും ബാലു സമ്മതിക്കുന്നില്ല. ഇന്നെങ്കിലും സച്ചുവിനെ നമുക്ക് ഈ മുറിയിൽ കിടത്താം. അങ്ങനെയെങ്കിലും അവൻ എന്നോടൊന്ന് സംസാരിക്കട്ടെ, എൻ്റെ അരികിലൊന്ന് കിടക്കട്ടെ. അയാളുടെ മുഖം മാറി. എന്നാലും അത് പുറത്ത് കാട്ടാതെ അയാൾ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ അവൻ വരണ്ടേ? നിന്നെ കാണുന്നത് തന്നെ കുഞ്ഞിന് പേടിയാ. പിന്നെ എങ്ങനാ? ആ, ഇന്നിങ്ങനെ പോട്ടെ. നാളെ ഞാൻ അവനിവിടെ കൊണ്ട് കിടത്താം. അവൻ കുഞ്ഞല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും. അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ നീ പോകുന്നതിന് മുന്നേ എല്ലാം ശരിയാക്കാം. വികാരത്തിന്റെ കൊടുങ്കാറ്റായി അയാൾ അവളെ പൊതിഞ്ഞു. ഞാനിനി തിരികെ പോകണോ? ഇവിടെ എന്തെങ്കിലും ജോലി? എന്താ അപ്പൂ ഇത്? ഇവിടെ ജോലി കിട്ടിയിട്ട് എന്ത് ശമ്പളം കിട്ടാനാ? നീ പോകണം. കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നേ പറ്റൂ. ഇപ്പോൾ നീങ്ങു വാ. പിടിച്ചു വാങ്ങിയ രാത്രിയുടെ ഓർമ്മയിൽ അയാൾ നന്നായി ഉറങ്ങി. എന്നാൽ അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇന്നും മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി തന്റെ ഉറക്കം കെടുത്തുന്ന സംഭവങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഇഷ്ടവും ആഗ്രഹവും നിറവേറ്റാൻ തന്റെ ജീവിതം ഹോമിച്ചപ്പോൾ നഷ്ടങ്ങൾ തനിക്ക് മാത്രമായിരുന്നല്ലോ. 3 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിയത് ഒരാഴ്ച മുന്നെയാണ്. എത്ര വേദനയോടെയാണ് എല്ലാവരെയും വിട്ട് താൻ പോയത്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ, തന്റെ പൊന്നുമകനെ. ചുട്ടുപൊള്ളുന്ന മണലിൽ ചുട്ടുപൊള്ളുന്ന ഹൃദയത്തോടെ രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോഴും മനസ്സ് നിറയെ അമ്മേ എന്നുള്ള വിളിയായിരുന്നു. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തന്റെ മകന്റെ വിളി. കുടുംബത്തിന്റെ രക്ഷയ്ക്കാവാൻ തീരുമാനിച്ചുറപ്പിച്ച് രോഗികൾക്കിടയിൽ നട്ടം തിരിയുമ്പോഴും അമ്മേ എന്നൊരു വിളിക്കായി താൻ കാതോർത്തു. 10 മാസം ചുമന്ന് പ്രസവിച്ച് 3 മാസം തികഞ്ഞില്ല. പെട്ടെന്നാണ് ജോലി ശരിയായത്, അതും സൗദിയിൽ. പോകുന്നില്ല എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. ആരും ചെവിക്കൊണ്ടില്ല. കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്ന് വരാൻ പറ്റുമെന്ന് പോലും അറിയാതെ അന്യനാട്ടിലേക്ക് ചേക്കേറാതിരിക്കാൻ ആവുന്നതേ നോക്കി. കഴിഞ്ഞില്ല. കുഞ്ഞിനെ ആര് നോക്കും എന്ന ചോദ്യത്തിന് മറുപടിയായി, അവന്റെ അച്ഛനായ ഞാനില്ലേ, പിന്നെ എൻ്റെ ചേച്ചിയില്ലേ, അവർക്കാണെങ്കിൽ കുട്ടികളുമില്ല. സച്ചുവിനെ അവർ പൊന്നു പോലെ നോക്കും എന്ന മറുപടിയും കിട്ടി. ഹൃദയം പിളരുന്ന വേദനയിൽ യാത്രയായപ്പോഴും മനസ്സിൽ ആ കുഞ്ഞു കാൽ പതിഞ്ഞിരുന്നു. വേർപാടിന്റെ വേദനയിൽ പല രാത്രികളിലും പൊട്ടിക്കരഞ്ഞു. തന്റെ കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണുവാൻ, കാത്തിരുന്ന് കിട്ടിയ അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് ഉറക്കുവാൻ, താരാട്ട് പാടുവാൻ. വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്റെ പിഞ്ചോമന ചിരിക്കുന്നതും കൈകൂട്ടി അടിക്കുന്നതും കണ്ട് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ഓടിപ്പോയാലോ എന്ന് പോലും തോന്നി. എന്നാൽ തന്റെ മനസ്സ് മാറുമെന്ന് പേടിച്ചിട്ടാവണം ബാലു ഓരോന്നായി തടഞ്ഞു. ഫോൺ ചെയ്യുമ്പോൾ പോലും കുഞ്ഞിനെ കാണിക്കാൻ പോലും മടിച്ചു. എന്നിട്ടും താൻ തളർന്നില്ല. കുടുംബത്തിന്റെ കുറച്ച് കടങ്ങളും തന്റെയും കുഞ്ഞിന്റെയും ഭാവി ഭദ്രമാക്കാനുള്ള കാശ് സമ്പാദിക്കാൻ നെട്ടോട്ടമോടി. ഉറക്കമില്ലാതെ പണിയെടുത്തു. ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാതെ ഒരു കാശും കൂട്ടിവെച്ചു. 1.5 വർഷം കൊണ്ട് കടം തീർത്തു. ബാക്കിക്കാലം ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതാൻ കഷ്ടപ്പെട്ടു. താൻ അയച്ചു കൊടുക്കുന്ന പൈസ ബാലു നാട്ടിൽ പൊടിച്ചു കളയുന്നതൊക്കെ പറ്റി പലതവണ അറിഞ്ഞു. ആരോടും ഒന്നും ചോദിച്ചില്ല. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, എങ്ങനെയും ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ കുഞ്ഞുമായി സുഖമായി ജീവിക്കണം. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്ക് വരാൻ 3 ആഴ്ചത്തേക്കുള്ള അവധി കിട്ടി. സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. തിരിച്ചു വരാതിരിക്കാൻ എല്ലാവരുടെയും സമ്മതം മേടിക്കാൻ പോലും തീരുമാനിച്ചു. 3 മാസമായപ്പോൾ കണ്ടതാണ് തന്റെ കുഞ്ഞിനെ. ഓടിച്ചെന്ന് കെട്ടിപ്പുണരാൻ, ആ കുഞ്ഞു കവിളിൽ ഒരു മുത്തം കൊടുക്കാൻ, ഇതുവരെ കൊടുക്കാൻ കഴിയാത്ത ഈ അമ്മയുടെ സ്നേഹം വാരിക്കോരി കൊടുക്കാൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ കൊതിച്ചു. തന്റെ കുഞ്ഞിനുള്ള ഒരുപാട് സമ്മാനങ്ങളുമായി ഫ്ലൈറ്റ് കയറുമ്പോൾ എയർപോർട്ടിൽ തന്നെ കാത്തിരിക്കുന്ന അമ്മേ എന്നുള്ള വിളിക്കായി കാതോർത്തിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ കുഞ്ഞ് എന്നെ തിരിച്ചറിഞ്ഞില്ല. അമ്മയെന്നെ വിളിച്ചില്ല. അപരിചിതയെപ്പോലെ അവൻ എന്നെ ഉറ്റുനോക്കി. വേറെ ആരെയോ കണ്ട പോലെ പേടിയോടെ നോക്കി. തൻ്റെ കൈകളിൽ പോലും വരാൻ വിസമ്മതിച്ചു. അവൻ കുഞ്ഞല്ലേ, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നേ. ആശ്വാസവാക്കുകൾ പല സ്ഥലത്ത് നിന്നും ഒഴുകിയെത്തി. എന്നാൽ സച്ചു തൻ്റെ അരികിലേക്ക് വരാൻ പോലും കൂട്ടാക്കിയില്ല. അതിലും സങ്കടമുണ്ടായത് താൻ ഇത്രയും നാളും കാത്തിരുന്ന ആ വിളി, അമ്മയെന്നുള്ള കൊഞ്ചലാർന്ന ആ വിളി, സച്ചു ബാലുവിൻ്റെ ചേച്ചിയെ വിളിക്കുമ്പോഴാണ്. അവർ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ച് ആഹാരം വാരിക്കൊടുത്ത് സ്വന്തം കുഞ്ഞ് അമ്മയെന്ന് മറ്റൊരാളെ വിളിക്കുമ്പോൾ തൻ്റെ ഹൃദയം തകർന്നു. താൻ കൊടുക്കേണ്ട സ്നേഹവും കരുതലും മറ്റൊരാൾ കൊടുക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞു. ദിവസങ്ങൾ മാറി മറിഞ്ഞു.
സച്ചു തന്നിലേക്ക് അടുക്കുന്നതേയില്ല. ഈ ആന്റി എന്തിനാ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നേ? ഇതാരാ അമ്മേ? ഇവർ എന്തിനാ എന്നെ എടുക്കുന്നേ? അമ്മേ, ഈ ആന്റി. തന്റെ കൈകൾ തട്ടിമാറ്റി അവൻ പൊട്ടിക്കരഞ്ഞു. വാശി പിടിച്ചു. താൻ അടുക്കാൻ ശ്രമിക്കും തോറും സച്ചു കുതറി മാറി. ബാലുവിന്റെ ചേച്ചിയുടെ താരാട്ടിലും ചൂടിലും അവൻ ആശ്വാസം കാണുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ അവൾക്ക് ആയിരുന്നുള്ളൂ. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം കുട്ടിയെ ഒന്ന് തഴുകാൻ പോലും കഴിയാത്ത അമ്മ. ഈ അമ്മയുടെ വിരലുകൾ കുട്ടിക്ക് മുള്ളുകളായി. ഇത് സച്ചുവിന്റെ അമ്മയല്ലേ, നീ പേടിക്കാതെ ചെല്ലു മോനെ എന്നുള്ള വാക്കുകളിൽ കുഞ്ഞ് അലറിക്കരഞ്ഞു. എന്റെ അമ്മ ഇതല്ല, എനിക്കിവരെ പേടിയ, എന്നെ ഇവർ എടുക്കേണ്ട, അവൻ നിലവിളിച്ചു. വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞു. എന്നിട്ടും അമ്മേ എന്നുള്ള വിളി മാത്രം അകലെയായി. ഒന്ന് കോരിയെടുക്കാൻ പോലും തൻ്റെ മകൻ നിന്നു തരുന്നില്ല. 3 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് ആർക്കോ വേണ്ടി വീണ്ടും തിരിച്ചു പോകുമ്പോൾ അകലെ എവിടെയോ അവൾ ആ വിളി കേട്ടു. ഇതുവരെ തനിക്ക് കേൾക്കാൻ കഴിയാത്ത ആ വിളി, അമ്മേ. ഒരുപാട് പ്രവാസികളായ അമ്മമാർക്ക് വേണ്ടി സ്നേഹത്തോടെ രോഹിണി ശിവ.